ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് ഗൗരീസ് ഫുഡ് പ്രിൻസ് എന്നാണ് കേട്ടോ. വേറൊന്നുമല്ല, കുറേ ദിവസങ്ങൾക്ക് ശേഷം ആ വീഡിയോ ഇടുന്നത്, ആരും മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതാണ്. അപ്പോൾ ഇന്നൊരു ഭയങ്കര കുഞ്ഞൊരു എൻ്റെ ഒരു ബർത്ത്ഡേ വ്ളോഗാണ്. വെറും 3 മിനിറ്റ് 27 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ വെച്ചതെന്ന് വെച്ചാൽ, തലേ ദിവസം തന്നെ ഞങ്ങൾ ഫുഡ് കാര്യങ്ങളൊക്കെ വെക്കാൻ തുടങ്ങി. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമായിരുന്നു. അപ്പോൾ ആർക്കും കൂടി ഫുഡ് വെക്കണമല്ലോ. അപ്പം അന്നേ ദിവസം വെക്കാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല. അപ്പോൾ ഇത് എൻ്റെ ബർത്ത്ഡേയുടെ അന്നത്തെ ദിവസമാണ്. അന്നത്തെ ദിവസം എൻ്റെ റൂമിലാണ് ഞങ്ങൾ ഡെക്കറേഷനൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ അടിച്ചു വരുമായിരുന്നു. അപ്പോൾ ഇവരാണ് കിച്ചൺ ലീഡ് ചെയ്യുന്ന ടീം. ഇവരായിരുന്നു ഫുൾ ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചത്. ഞാൻ ഇങ്ങനെ കുഞ്ഞു പണി ഇവർ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തു കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് പറ്റിയ പണിയായിരുന്നു ഇവിടെ വന്നിരുന്ന് ബലൂൺ വീർപ്പിക്കൽ. പിന്നെ നടക്കാണ്ടായപ്പോൾ ഇവരെയൊക്കെ വിളിച്ചു. കാരണം 60 ബലൂൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്രയും എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഡെക്കറേഷൻ എല്ലാവരും തന്നെ ചെയ്തത്. ഞാൻ കുഞ്ഞു പണികൾ മാത്രം ചെയ്ത് ഒരു മൂലയിൽ കൂടി പോവുമായിരുന്നു. അത് കഴിഞ്ഞ് ഏകദേശം രാത്രി 7 മണിയൊക്കെ ആയി ഞങ്ങളുടെ കിച്ചണിലെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ. അങ്ങനെ നെയ്ച്ചോറ് ഞാനും അഞ്ജനയും കൂടി നിന്നാണ് വെച്ചത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് 7 മണിയൊക്കെ ആയപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നു. ഇവർക്കൊക്കെ സെയിൻറ്റ് ജോർജിൽ ഇന്നൊരു കരിയർ ഫെയറിൻ്റെ ഓപ്പൺ ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും എൻ്റെ വീടെത്തി. ഇതൊക്കെ ഞാൻ കാണാണ്ടൊക്കെ എടുത്തതായിരുന്നു. എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാനതങ്ങ് എടുത്തിട്ടെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും ബർത്ത്ഡേ സെലിബ്രേഷൻ തുടങ്ങി. അപ്പോൾ ഇത് ഏകദേശം 11 മണിയായി. ബർത്ത്ഡേയുടെ അന്ന് നൈറ്റ് 11 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ കേക്ക് കട്ട് ചെയ്തത്. കാരണം എല്ലാവർക്കും അവധിയുള്ള ദിവസം, എല്ലാവരും അവൈലബിൾ ആയിട്ടുള്ള ദിവസമല്ലേ നമുക്ക് നടത്താൻ പറ്റുള്ളൂ. അങ്ങനെ എൻ്റെ 23rd ബർത്ത്ഡേ അങ്ങനെ ആഘോഷിച്ചു. കഴിഞ്ഞ വർഷം ഇനി ഒരിക്കലും ഈ ബർത്ത്ഡേ ഇനി 23 ഇനി അങ്ങോട്ടൊരു ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നതാണ്. എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം മാറി കുഴപ്പമില്ലാണ്ട് തിരിച്ച് വീണ്ടും എല്ലാം ഓക്കെ ആയിട്ട് വന്നു. ഇതിൽ കുറേ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും കേക്ക് കൊടുക്കുന്ന ഫോട്ടോസ് എനിക്ക് ഇടാൻ പറ്റില്ല. പക്ഷേ ഞാനത് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. കാരണം വീഡിയോ ഭയങ്കര ലെങ്തായി പോയാലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ഭാഗം മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ വേറെ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ഉടനെ തന്നെ ഞാൻ ഈ നഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ കരിയർ ഫെയർ ഓപ്പൺ ഡേ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് നമുക്ക് എങ്ങനെ സ്റ്റുഡൻ്റായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നഴ്സായിട്ട് കയറാനുള്ള ഓഫർ ലെറ്റർ മേടിക്കാം എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു വ്ളോഗായിരിക്കും. UK നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും പഠിക്കാൻ വരുന്ന കുട്ടികളാണെങ്കിലും ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇതുവരെയ്ക്കും കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. അപ്പം ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ. അതുകൊണ്ട് അത് ഞാൻ ഇടുമ്പോൾ കാണാൻ ശ്രമിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ ആയിരിക്കും ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ബിരിയാണിയും നെയ്ച്ചോറും ചിക്കൻ കറിയും പപ്പടവും അച്ചാറും സാലഡും ഫ്രൂട്ട് സാലഡും മീറ്റ് റോളും ഒക്കെ കൂട്ടി ഞങ്ങൾ അടിപൊളിയായിട്ട് ഫുഡ് റെഡിയാക്കി ഫ്രണ്ട്സിനും കൊടുത്തു, ഞങ്ങളും കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞ് ബർത്ത്ഡേ വ്ളോഗ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.